PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്നലെ രാത്രി 8 മണിക്ക് നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ ഏത് രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി പറയാം, നമ്മുടെ ടെലഗ്രാമിൽ ആദ്യം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് നമ്മൾ ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യും. ടെലഗ്രാമിൽ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. അന്ന് രാത്രി 8 മണിക്ക് തന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ ഡിസ്കഷൻ, അതായത് ഈ ഒരു സിലബസ് പ്രകാരം നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ രാത്രി ഡിസ്കസ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. കൂടാതെ ന്യൂ SCERTയുടെ ക്ലാസ്, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം പോൾസിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മൾ പറഞ്ഞു, ക്ലാസ്സുകൾ നമ്മൾ കൊണ്ടുപോകുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നമ്മൾ എടുത്തു പോകും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഭരണഘടന എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചോളാം. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ ടൈമിൽ നോട്ട്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് MN റോയ്. ആരാ MN റോയ്? MN റോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തിയാണ് ആര്? MN റോയ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന് പറയുന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കൂടെ പഠിക്കണം. അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് MN റോയ് അല്ല, നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം? നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അപ്പോൾ MN റോയ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് MN റോയ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MN റോയ് ആണ്. കൂടാതെ ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാലും അതും MN റോയ് ആണ് കേട്ടോ. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? MN റോയ് ആണ്. ഇനി 1945 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി, അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആരാണ്? അത് MN റോയ് ആണ്. 1945 പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം മുന്നോട്ട് വച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അതും MN റോയ് ആണ് കേട്ടോ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും MN റോയ് ആണ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിക്കാം. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആര് അല്ലെങ്കിൽ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാലും MN റോയ് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ ഇൻ
ട്രാൻസിഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് എന്ന് ചോദിക്കാം. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അതും MN റോയാണ്. ഇനി അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച MN റോയുടെ പത്രം ഏത് എന്ന് ചോദിക്കാം. ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രമാണ്. ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രം ആരുടേതാണ്? MN റോയുടേതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? ഇന്ത്യക്ക് ഭരണഘടന എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അദ്ദേഹത്തിന്റെ പത്രം ഏതാണ്? ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്നതാണ് MN റോയുടെ പത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് MN റോയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിക്കാൻ തുടങ്ങിയ INC സമ്മേളനം ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിക്കാൻ തുടങ്ങിയ INC സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം ഉന്നയിക്കാൻ തുടങ്ങിയത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആ ഒരു സമ്മേളനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ചത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം ആദ്യമായി ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഔദ്യോഗികമായിട്ട് ആ ഒരു ആവശ്യം ഉന്നയിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് 1937 ഫെയ്സ്പൂർ സമ്മേളനത്തിലാണെന്ന് ഓർത്തിരിക്കുക. 1937 ഫെയ്സ്പൂർ സമ്മേളനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം ഔദ്യോഗികമായിട്ട് മുന്നോട്ട് വെച്ചത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. നമ്മുടെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചത് ഏത് പ്രഖ്യാപനത്തിലൂടെയാണെന്ന് ചോദിക്കും. 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണെന്ന് ഓർത്തിരിക്കുക. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് ബ്രിട്ടീഷുകാർ അംഗീകാരം നൽകുന്നത്. ഈ പറയുന്ന 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആര്? സ്ഥിരം ചോദ്യമാണ്. ആരാ? ലിൻ ലിത്ഗോ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം പ്രഖ്യാപനം നടത്തിയെങ്കിലും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം പ്രാവർത്തികമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് അത് പ്രാവർത്തികമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലെമന്റ് ആറ്റ്ലി അധികാരത്തിൽ വന്നതോടുകൂടിയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൂടുതൽ ചർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് ക്ലെമന്റ് ആറ്റ്ലി വരുമ്പോഴാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? അതും ചോദ്യമാണ്. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഓക്കെ, ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാരെ ഇന്ത്യയിലോട്ട് അയച്ചു. ആ 3 മന്ത്രിമാരടങ്ങുന്ന സംഘത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്നും 3 മന്ത്രിമാരെ അയച്ചു. ആ സംഘം അറിയപ്പെടുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യവുമായിട്ട്
സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലോട്ട് ക്യാബിനറ്റ് മിഷനെ നിയോഗിച്ച വർഷം എത്രയാണ് എന്ന് ചോദിക്കും. 1946-ലാണ്. 1946-ലാണ് സ്വാതന്ത്ര്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷൻ എന്ന പേരുള്ള 3 അംഗ സംഘത്തെ അയക്കുന്നത്. അവരെപ്പോഴാണ് ഇന്ത്യ സന്ദർശിച്ചത് എന്ന് ചോദിക്കും. വിത്ത് ഡേറ്റ് തന്നെ പഠിക്കുക. 1946 മാർച്ച് മാസം 24-ാം തീയതിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. 1946 മാർച്ച് 24-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. ആരൊക്കെയാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ? ഇമ്പോർട്ടൻ്റ് ആണ്. 3 പേരടങ്ങുന്ന അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പെത്വിക് ലോറൻസ്, ആദ്യത്തെ അംഗം ആരാണ്? പെത്വിക് ലോറൻസ്. അതുപോലെ സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരടങ്ങുന്നതാണ് ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത് പഠിച്ചു വച്ചേക്കാം. ഇതിൽ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെത്വിക് ലോറൻസ് ആണ്. ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പെത്വിക് ലോറൻസ് ആണ്. അപ്പൊ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെ ചോദിക്കാറുണ്ട്. താഴെ തന്നിട്ടുള്ളതിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തതാര് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാരെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാ? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ് കേട്ടോ, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിൽ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പെത്വിക് ലോറൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. ഈ പറയുന്ന ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ വൈസ്രോയി ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാ? അത് വേവൽ പ്രഭു ആണെന്ന് ഓർത്തിരിക്കുക. വേവൽ പ്രഭു കേട്ടോ, വേവൽ പ്രഭു ആണ് 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായതെന്ന് പറഞ്ഞു. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം വിത്ത് ഡേറ്റ് ചോദിക്കാറുണ്ട്. 1946 ഡിസംബർ 6-നാണ് കേട്ടോ. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഇനി ഇതിന്റെ ആദ്യത്തെ യോഗം ചേർന്ന ഡേറ്റും ചോദിക്കാറുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേരുന്നത് 1946 ഡിസംബർ 9-നാണ്. അതെവിടെ വെച്ചാൽ നടന്നതെന്നും ചോദിക്കാറുണ്ട്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് നടന്നത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ആദ്യത്തെ യോഗം നടക്കുന്നത് 1946 ഡിസംബർ 9-ന്. ഇനി ഈ പറയുന്ന ആദ്യ യോഗത്തിൽ എത്ര പേർ പങ്കെടുത്തു? ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചാൽ 207 പേരാണ്. 207 പേരാണ് ടോട്ടലായിട്ട് പങ്കെടുത്തത്, ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 9 വനിതകളാണ് പങ്കെടുത്തത്. 207 പേർ പങ്കെടുത്തു, അതിൽ 9 വനിതകളാണ് ആകെ പങ്കെടുത്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയില് ഉദ്ഘാടന സമയത്ത് അഭിസംബോധന ചെയ്തത് ആരാന്ന് ചോദിക്കും. അതാരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉദ്ഘാടന സമയത്ത് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? JB കൃപലാനി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ JB കൃപലാനിയെ കുറിച്ച് പറയുമ്പോഴേ അവിടെ 1-2 പോയിന്റ്സും കൂടെ നിങ്ങൾ പഠിക്കണേ. അതായത് INCയുടെ ആ സമയത്തെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനി തന്നെയായിരുന്നു. അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INCയുടെ പ്രസിഡന്റ്, ഇതെപ്പോഴും സ്ഥിരം ചോദിക്കുന്നതാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? JB കൃപലാനിയാണ്. JB കൃപലാനി.
ഇനി നമ്മൾ പറഞ്ഞു ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെങ്കിലും വേണമല്ലോ. അതിന്റെ അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത്. സ്ഥിരം ചോദിക്കുന്നതാണ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പൊ പിന്നീട് ആര് വരും? ഒരു സ്ഥിരം അധ്യക്ഷൻ വരുമല്ലോ. അതാരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്? 1946 ഡിസംബർ 11. അപ്പൊ 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം. അതിൽ താൽക്കാലികമായിട്ട് ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുത്തതാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 11 ആരെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മുടെ താൽക്കാലിക അധ്യക്ഷനെയും സ്ഥിരം അധ്യക്ഷനെയും നമ്മൾ പറഞ്ഞല്ലേ. ഇനി നമുക്ക് താൽക്കാലികമായിട്ടൊരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ താൽക്കാലികമായിട്ട് ഉണ്ടായിരുന്ന ഉപാധ്യക്ഷനാണ് ഫ്രാങ്ക് ആന്റണി എന്ന് പറയുന്നത്. അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ഇത് താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. താൽക്കാലിക ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഫ്രാങ്ക് ആന്റണി ആണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഉപാധ്യക്ഷന്മാരും ഉണ്ടായിരിക്കുമല്ലോ. അതാരാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരി എന്നിവരാണ് സ്ഥിരമായിട്ടുള്ള ഉപാധ്യക്ഷന്മാരായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്, താൽക്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി. സ്ഥിരം ഉപാധ്യക്ഷന്മാർ ആരാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. ഇനി ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു നിയമോപദേഷ്ടാവുണ്ട്. ആരാണത്? BN റാവു ആണ് നിയമോപദേഷ്ടാവ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേഷ്ടാവ് ആര് എന്ന് ചോദിച്ചാൽ അത് BN റാവു ആണ്. B നരേന്ദ്ര റാവു അല്ലെങ്കിൽ BN റാവു ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ BN റാവുവിനെ കുറിച്ചൊരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാണ് കേട്ടോ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BN റാവു ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മ്യാൻമറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനായ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാലും BN റാവു ആണ്. മ്യാൻമറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനായ ഇന്ത്യക്കാരൻ. 2 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ എന്ന് ചോദിച്ചാലും മ്യാൻമറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനായ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? അത് BN റാവു തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 പേരാണെന്ന് പറഞ്ഞു. പക്ഷേ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 207 ആണോ? അല്ല. അപ്പൊ ടോട്ടലായിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 389 ആണ്. മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 389 ആണ്. അപ്പോൾ ഈ 389 നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. ആകെ 389, അതിൽ 296 പേർ, അതുപോലെ തന്നെ 93, ഇങ്ങനെ നമുക്ക് 2 ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ 296 പേർ എന്ന് പറയുന്നത്
തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ളവരാണ് 296 പേർ. തെരഞ്ഞെടുപ്പിലൂടെ വന്നവരാണ് 296 പേർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെ നോമിനേറ്റഡ് ആണ്. അത് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കേട്ടോ. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് 93 പേർ. ഈ 296 പേരെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 292 പേർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ്. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 292 പേരും 4 പേർ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ്. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ് 4 പേർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇത് വിഭജനത്തിന് ശേഷം വീണ്ടും മാറ്റം വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. ഈ 389 പേരിൽ എത്ര പേരാണ് മലയാളികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 മലയാളികളാണ് കേട്ടോ. 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. ഇനി എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. വിഭജനത്തിന് ശേഷം അത് മാറുന്നുണ്ട്, പറഞ്ഞു തരാം. 389 അംഗങ്ങളിൽ 17 മലയാളികളും 17 വനിതകളും ഉണ്ട്. ഇനി അതിൽ എത്ര വനിതകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളി വനിതകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 3 മലയാളി വനിതകളാണ് ഉള്ളത്. ഓക്കെ, 389 അംഗങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 17 പേർ മലയാളികൾ, 17 പേർ വനിതകൾ. മലയാളി വനിതകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 പേരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 3 പേർ മലയാളി വനിതകളാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന അംഗങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപ് നമുക്ക് വിഭജനത്തിന് ശേഷം ഈ പറയുന്ന നമ്പേഴ്സിനൊക്കെ എന്ത് പറ്റി എന്നുള്ളത് നോക്കിയാലോ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ എണ്ണം ഈ 296 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ, 296 നിന്നും 229 ആയിട്ട് കുറഞ്ഞു. 229 ആയിട്ട് കുറഞ്ഞു. നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 93 എന്ന് പറയുന്നത് 70 ആയിട്ടും കുറഞ്ഞു. ഓക്കെ, അപ്പൊ ടോട്ടലായിട്ട് 299 പേരാണ് വിഭജനത്തിന് ശേഷം ഉള്ളത്. അപ്പൊ ആകെ 389 ഉണ്ടായത് 299 ആയി. അതിൽ 296 എന്നുള്ളത് 229 ആയിട്ട് കുറഞ്ഞു. 93 എന്ന് പറയുന്നത് 70 ആയിട്ട് കുറയുകയും ചെയ്തു. ഇതാണ് വിഭജനത്തിന് ശേഷം സംഭവിച്ചത്. പിന്നീട് ഈ പറയുന്ന 17 വനിതകൾ എന്ന് പറയുന്നത് വിഭജനത്തിന് ശേഷം 15 വനിതകളായിട്ട് ചുരുങ്ങുകയും ചെയ്തു. 17 വനിതകൾ എന്ന് പറയുന്നത് 15 വനിതകളായിട്ട് ചുരുങ്ങുകയും ചെയ്തു. ഇനി നമുക്ക് അംഗങ്ങളെ കുറിച്ച് പഠിക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ആദ്യം നമുക്ക് മലയാളി അംഗങ്ങളെ കുറിച്ച് പഠിക്കാം. 17 മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ 17 മലയാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തിരുവിതാംകൂറിൽ നിന്നുള്ളവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. തിരുവിതാംകൂറിൽ നിന്നുള്ളവർ ആരൊക്കെയാണ്? ആദ്യത്തെ ആള് പട്ടം എ താണുപിള്ള. ദെൻ ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. ഇത്രയും പേരാണ് തിരുവിതാംകൂറിൽ നിന്നുള്ളവർ. പട്ടം എ താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ എന്നിവരാണ്. ഓക്കെ, ഇനി കൊച്ചിയിൽ നിന്നുള്ളത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് കേട്ടോ. പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിയിൽ നിന്നുള്ളത്. ഇനി മദ്രാസിൽ നിന്നുള്ളവർ ആരൊക്കെയാണ്? കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, കെ മാധവ മേനോൻ, പി കുഞ്ഞിരാമൻ, ബി പോക്കർ, എ കെ മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇത്രയും പേരാണ് മദ്രാസിൽ നിന്നുള്ളവർ. നമ്മളിവിടെ വനിതകളെ പറയുന്നില്ല കേട്ടോ. 17 മലയാളികളിൽ വനിതകളും ഉണ്ട്. വനിതകൾ നമുക്ക് സെപ്പറേറ്റ് പറയാം. അപ്പൊ തിരുവിതാംകൂറിൽ നിന്നുള്ളവർ പട്ടമേ താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. കൊച്ചിയിൽ നിന്നും പനമ്പള്ളി ഗോവിന്ദ മേനോൻ, മദ്രാസിൽ നിന്നും കെ ടി എം അഹമ്മദ്,
കെ മാധവ മേനോൻ, പി കുഞ്ഞിരാമൻ, ബി പോക്കർ, എ കെ മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇനി യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നും ഡോക്ടർ ജോൺ മത്തായി ആണ് യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നും ഉള്ളത്. ഇനി ആരൊക്കെയാണ് വനിതകൾ ആരൊക്കെയാ? നമ്മുടെ മലയാളി വനിതകളെ ആദ്യം തന്നെ നമുക്ക് പറയാം. ആനി മസ്ക്രീൻ, മലയാളി വനിതകൾ 3 പേരാണെന്ന് പറഞ്ഞു. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ. ആനി മസ്ക്രീൻ തിരുവിതാംകൂർ ആണ് കേട്ടോ, തിരുവിതാംകൂർ. അമ്മു സ്വാമിനാഥൻ മദ്രാസ് ആണ്, മദ്രാസിൽ നിന്നുമാണ് അമ്മു സ്വാമിനാഥൻ. ദെൻ ദാക്ഷായണി വേലായുധനും മദ്രാസ് ആണ്. ഓക്കെ, അപ്പൊ 3 മലയാളി വനിതകൾ ആരൊക്കെയാ? ആനി മസ്ക്രീൻ തിരുവിതാംകൂർ, അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അതല്ലാതെ 15 വനിതകൾ ഉണ്ട് അല്ലേ? 15 ടോട്ടലായിട്ട് 15 വനിതകളാണ്. അപ്പൊ അതിൽ 3 പേർ മലയാളികൾ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള അംഗങ്ങളെ നമുക്ക് നോക്കാം ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് മലയാളി അംഗങ്ങളെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അവർ 3 പേരുമാണ് വനിത. അതിൽ ദാക്ഷായണി വേലായുധന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഏക ദളിത് വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാക്ഷായണി വേലായുധനാണ് കേട്ടോ. ഓക്കെ, ദാക്ഷായണി വേലായുധന്റെ പ്രത്യേകതയാണ് ദളിത് വനിതയാണ്. ഓക്കെ, ആദ്യത്തെ ദളിത് വനിത, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമാവുന്ന ആദ്യത്തെ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള അംഗങ്ങൾ: 1 സരോജിനി നായിഡു, 2 വിജയലക്ഷ്മി പണ്ഡിറ്റ്, 3 സുജേത കൃപലാനി, 4 രാജകുമാരി അമൃത് കൗർ, 5 ദുർഗാഭായ് ദേശ്മുഖ്, 6 ബീഗം ഐസ്വാസ് റസൂൽ, 7 ഹൻസ മേത്ത, 8 രേണുക റോയ്, 9 ലീല റോയ്, 10 കമല ചൗധരി, മാലതി ചൗധരി, കമല ചൗധരി. ദെൻ പൂർണിമ ബാനർജി. ഓക്കെ, അപ്പൊ 15 വനിതകളാണ് മൊത്തം ഉള്ളത്. അപ്പൊ അതിൽ നമ്മൾ 3 പേരെ ആദ്യം തന്നെ പഠിച്ചു അല്ലെ? ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. അവരെ കൂടാതെ 12 പേർ ആരൊക്കെയാ? സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സുജേത കൃപലാനി, രാജകുമാരി അമൃത് കൗർ, അതുപോലെ ദുർഗാഭായ് ദേശ്മുഖ്, ബീഗം ഐസ്വാസ് റസൂൽ, ഹാൻസ മേത്ത, രേണുക റോയ്, ലീല റോയ്, മാലതി ചൗധരി, കമല ചൗധരി, പൂർണിമ ബാനർജി എന്നിവരാണ് മറ്റ് വനിതാ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം ചോദിക്കാം. എത്രയാണ്? 2 വർഷം, 11 മാസം 18 ദിവസം കേട്ടോ. SCERT ടെക്സ്റ്റിൽ 17 ദിവസം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയമാണ് 2 വർഷം 11 മാസം 18 ദിവസം എന്ന് പറയുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷവും ഡേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1949 നവംബർ 26. ഈ നവംബർ 26-നാണ് നമ്മൾ ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച വർഷമാണ് 1949 നവംബർ 26.
ദേശീയ ഭരണഘടനാ ദിനം എന്നെന്ന് ചോദിച്ചാലും നവംബർ 26 ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? നവംബർ 26 ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ചോദിക്കാറുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 1947 ജൂലൈ 22. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്ന്? ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 അന്ന് തന്നെയാണ് ദേശീയ ഗീതത്തെയും അംഗീകരിക്കുന്നത് കേട്ടോ. അപ്പൊ ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്ന്? ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26 1950 ജനുവരി 26 ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22 1957 മാർച്ച് 22 ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26. ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ ഗാനത്തെയും ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26. ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ ഓർത്തിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിക്കും കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിക്കും. കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാ? പ്രേം ബിഹാരി നരേൻ റായ്സദയാണ് കേട്ടോ. പ്രേം ബിഹാരി നരേൻ റായ്സദ. പ്രേം ബിഹാരി നരേൻ റായ്സദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത്. ഇനി ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പതിപ്പ് ആരാ തയ്യാറാക്കിയെന്ന് ചോദിച്ചാൽ കേട്ടോ, ഹിന്ദി കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണ വൈദ്യയാണ്. വസന്ത് കൃഷ്ണ വൈദ്യയാണ് ഹിന്ദി കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയത് 1947 ഓഗസ്റ്റ് 15. ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയത് 1947 ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 17. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിച്ചത് 1947 നവംബർ 17. സോറി, ഓഗസ്റ്റ് 17 അല്ല കേട്ടോ, നവംബർ 17 നവംബർ 17 1947 നവംബർ 17 1947 നവംബർ 17 സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എപ്പോഴാന്ന് ചോദിക്കും. 1950 ജനുവരി 24 നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ അംഗീകരിച്ച 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത്. എത്ര അംഗങ്ങൾ ഒപ്പുവെച്ചു എന്ന് ചോദിക്കും. 284 അംഗങ്ങളാണ് കേട്ടോ. 284 അംഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്?
1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതും 1950 ജനുവരി 26-നാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്, ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതും 1950 ജനുവരി 26-ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിളും അതുപോലെ തന്നെ 8 പട്ടികകളും 22 ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 395, പട്ടികകൾ 8, ഭാഗങ്ങൾ 22. എന്നാൽ നിലവിൽ എത്രയുണ്ടെന്ന് ചോദിക്കാം. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ആർട്ടിക്കിളുകളുടെ എണ്ണം 470, പട്ടികകൾ 12 പട്ടികകൾ, ദെൻ ഭാഗങ്ങൾ 25 ഭാഗങ്ങൾ. 470 ആർട്ടിക്കിൾ, 12 പട്ടികകൾ, 25 ഭാഗങ്ങളാണ് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി PSCയുടെ സ്ഥിരം ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. താഴെ തന്നിരിക്കുന്നവയിൽ സവിശേഷതകളിൽ പെടാത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? പാർലമെന്ററി ജനാധിപത്യം, 2 ഏകപൗരത്വം, 3 ലിഖിതവും ബൃഹത്തായതുമായ ഭരണഘടന, 4 ജുഡീഷ്യൽ റിവ്യൂ, 5 ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമായ ഭരണഘടന, ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢമുള്ളതുമായിട്ടുള്ള ഭരണഘടന. പിന്നെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പിന്നെ നിയമവാഴ്ച, ദെൻ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പിന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സംയുക്ത ഭരണ വ്യവസ്ഥ. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. എന്തൊക്കെയാ? പാർലമെന്ററി ജനാധിപത്യം, ഏകപൗരത്വം, ലിഖിതവും ബൃഹത്തായതുമായ ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ, ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമായ ഭരണഘടന, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിയമവാഴ്ച, നിർദ്ദേശക തത്വങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സംയുക്ത ഭരണ വ്യവസ്ഥ എന്നിവയാണ് സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഭരണഘടനാ നിയമ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റിയെ കുറിച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 22 കമ്മിറ്റികളാണ്. അതിൽ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ചോദിച്ചു കഴിഞ്ഞാൽ 8 പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ഉള്ളത്. മൊത്തം കമ്മിറ്റികൾ 22, പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ചോദിച്ചു കഴിഞ്ഞാൽ 8 ഉള്ളത്. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെ? പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ പ്രധാന കമ്മിറ്റിയായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങൾ എത്ര അംഗങ്ങളാണുള്ളത്? 7 അംഗങ്ങളാണുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണുള്ളത്. ആരൊക്കെയാ? 1 ഡോക്ടർ BR അംബേദ്കർ, 2 KM മുൻഷി, 3 മുഹമ്മദ് സാദുള്ള, 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ,
5 എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. 6 ബി എൽ മിത്തർ, ബി എൽ മിത്തർ. 7 ഡി പി ഖെയ്ത്താൻ, ഡി പി ഖെയ്ത്താൻ. ആരൊക്കെയാണ് 7 അംഗങ്ങൾ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യർ, ബി എൽ മിത്തർ, ഡി പി ഖെയ്ത്താൻ എന്നിവരാണ്. ഇതിൽ ബി എൽ മിത്തർ എന്ന് പറയുന്നതും അതുപോലെ ഡി പി ഖെയ്ത്താൻ അത് നമ്മൾ പഠിച്ചിരിക്കണം. ബി എൽ മിത്തർ രാജിവെച്ചതിന് ശേഷം ആരാണ് അംഗമായത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായതെന്ന് ചോദിക്കും. അത് എൻ മാധവ റാവു ആണ് കേട്ടോ. എൻ മാധവ റാവു ആണ് ബി എൽ മിത്തർ രാജിവെച്ചപ്പോൾ അംഗമായത്. ഇനി ഡി പി ഖെയ്ത്താൻ മരിച്ചു. ഓക്കെ, അപ്പൊ നിര്യാണശേഷം ഡി പി ഖെയ്ത്താന്റെ നിര്യാണശേഷം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായത് ടി ടി കൃഷ്ണമാചാരിയാണ്. ടി ടി കൃഷ്ണമാചാരിയാണ് ഡി പി ഖെയ്ത്താന്റെ നിര്യാണശേഷം അംഗമായത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഈ 7 അംഗങ്ങളെയും പഠിക്കണം. ബി എൽ മിത്തർ രാജിവെച്ചതിന് ശേഷം എൻ മാധവറാവു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഡി പി ഖെയ്ത്താന്റെ നിര്യാണശേഷം ടി ടി കൃഷ്ണമാചാരി ആയിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കണം. ഇനി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രത്യേകത എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ആധുനിക മനു എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് അംബേദ്കർ ആണ് ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത്. ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച വർഷം വിത്ത് ഡേറ്റ് ഓർത്തിരിക്കുക. 1948 നവംബർ 4. 1948 നവംബർ 4 ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പഠിച്ചു. ഇനി ബാക്കിയുള്ള കുറച്ച് കമ്മിറ്റികൾ, ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റികളെ കുറിച്ചും കൂടെ നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മീഷൻ. കേട്ടോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഇതിന് സബ് കമ്മിറ്റീസ് ഉണ്ട്. ഈ പറയുന്ന കമ്മിറ്റിയുടെ സബ് കമ്മിറ്റീസ് ആണ്. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റി, മൗലിക അവകാശ സബ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനി ആണ് കേട്ടോ. JB കൃപലാനി. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ, അപ്പൊ മെന്റൽ ആയിട്ടുള്ള ആളുകളോട് കൃപ കാണിക്കണം എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനി. ഇനി രണ്ടാമത്തെ സബ് കമ്മിറ്റിയാണ് മൈനോറിറ്റീസ് സബ് കമ്മിറ്റി, ന്യൂനപക്ഷ സബ് കമ്മിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷൻ HC മുഖർജി ആണ് കേട്ടോ. HC മുഖർജി. അപ്പം മൈനർ എന്നെഴുതുമ്പോൾ നമുക്ക് മിറർ എന്നുള്ള രീതിയിൽ വായിക്കാമല്ലോ. അപ്പം മിററിലാണ് മുഖം നോക്കുന്നത് എന്നുള്ള രീതിയിൽ അത് ഓർത്തു വെക്കാം. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലും, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി JB കൃപലാനി, മൈനോറിറ്റീസ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ HC മുഖർജി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് പവർ കമ്മിറ്റി. ഇത്രയും കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് പവർ കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് കേട്ടോ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി കേട്ടോ, നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി ഇതിൻ്റെ എല്ലാം അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ
രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തെ ഓർക്കാം അല്ലേ. അപ്പോൾ രാജാവ് അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ രാജാവാണ് റൂൾസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്, ഒരു രാജ്യത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യമായാൽ ഫ്ലാഗ് ഉണ്ടാകും. ആ രീതിയിലൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഹൗസ് കമ്മിറ്റി ഉണ്ട്. ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യാണ്. പട്ടാഭി സീതാരാമയ്യാണ് ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ നമ്മൾ ഹൗസ് ഉണ്ടാക്കുന്നത് പട്ട വെച്ചാണെന്നൊക്കെ ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കാൻ പറയുവാണ്. അടുത്തത് ലാംഗ്വേജ് കമ്മിറ്റി. ലാംഗ്വേജ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മോട്ടൂരി സത്യനാരായണയാണ് കേട്ടോ. മോട്ടൂരി സത്യനാരായണയാണ് ലാംഗ്വേജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെല്ലാം നമ്മളിപ്പോൾ ഇത്രയും കമ്മിറ്റി പഠിച്ചു. ഇവിടെ കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കമ്മിറ്റീസും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഭരണഘടന നിയമ നിർമ്മാണ സമിതിയെക്കുറിച്ചാണ് പഠിച്ചത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഇന്ന് രാത്രി 8 മണിക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് 8 മണിക്ക് തന്നെ എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ മിസ് ചെയ്യാതെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച പോർഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പോൾസിന്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനും ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ടെലഗ്രാമിലാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്